രാഹുലിനെ സഹായിക്കുന്ന സംഘം ഇപ്പോഴും അജ്ഞാതമായി ഉണ്ട്, കോൺഗ്രസ് പുറത്താക്കിയെന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ രാഹുലിനെ സഹായിച്ചുകൊണ്ടേയിരുന്നു, അല്ലെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നൽകില്ല എന്ന ഒരു സൂചനയൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും സീറ്റ് തരപ്പെടുത്തി വീണ്ടും മത്സരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു രാഹുൽ. കോൺഗ്രസിലെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും രാഹുലിനെ സഹായിക്കുന്നുമുണ്ടായിരുന്നു. പുറത്താക്കി നടപടി സ്വീകരിച്ചു എന്നൊക്കെ പറയുമ്പോഴും രാഹുലിന് മുന്നോട്ട് പോകാനുള്ള കരുത്ത് അവർ പിന്നിൽ നിന്ന് നൽകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ പരാതി വന്നിരിക്കുന്നു. ഇത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ്. ഇപ്പോൾ എന്താണ്, രാഹുലിന് ഏതെങ്കിലും തരത്തിൽ പിന്തുണയുമായി ആരെങ്കിലും രംഗത്ത് പരസ്യമായി വന്നില്ല എങ്കിലും രഹസ്യമായി അത്തരം നീക്കങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ടോ? അരുണാലത്തു വിനോദ്, ഈ പാലക്കാട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന് പരോക്ഷമായും മറ്റുമൊക്കെയുള്ള പിന്തുണ അവർ പലപ്പോഴും നൽകിയിരുന്നു, ഇപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഒടുവിലെ കാര്യം ഇന്നലെ ഏറ്റവും അവസാനം ഇപ്പോഴും നൽകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഒടുവിലെ കാര്യം ഇന്നലെ ഏറ്റവും അവസാനം രാഹുൽ നവമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ള നൂറണി ഗ്രാമത്തിൽ നിന്നുള്ള ചിത്രം. ആ ചിത്രത്തിൽ പോലും കോൺഗ്രസിൻ്റെ അവിടുത്തെ കൗൺസിലറുടെ കൂടെ നിന്നിട്ടുള്ള ചിത്രമാണ് ഈ നവമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുലിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ പാലക്കാട്ടെ സീറ്റ് ഏതെങ്കിലും തരത്തിലൊക്കെ തരപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ രാഹുൽ നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ജില്ലയിൽ സജീവമാവാൻ ശ്രമിക്കുന്നതിനിടെ അല്ലെങ്കിൽ മണ്ഡലത്തിൽ സജീവമാവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ മൂന്നാമത് കൂടി ഒരു പരാതി ഉയരുകയും ആ പരാതിയിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഈ ഹോട്ടൽ KPM എന്നുള്ള പാലക്കാട് നഗരത്തിൽ പ്രസ് ക്ലബിനടുത്ത് ഉള്ള ഒരു ഹോട്ടൽ. ഈ ഹോട്ടലിലേക്കാണ് പോലീസ് സംഘം എത്തിയത്. കൃത്യമായിട്ട് അർദ്ധരാത്രി 12:30 തന്നെ പോലീസ് സംഘം ഈ ഹോട്ടലിലേക്ക് എത്തുകയായിരുന്നു. ആ ഹോട്ടലിലേക്ക് എത്തിയ ഉടൻ അവർ ഈ റിസപ്ഷനിൽ കടന്നു ചെന്ന് റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ മൊബൈൽ ഫോണുകളും മറ്റുമൊക്കെ വാങ്ങി വെച്ചു. അത്തരത്തിൽ മൊബൈൽ ഫോണുകൾ വാങ്ങി വെച്ചതിന് ശേഷം പിന്നീട് അവരുടെ ഈ രാഹുലിൻ്റെ റൂം ഏതാണ് എന്ന് ചോദിക്കുന്നു. അങ്ങനെ രാഹുലിൻ്റെ റൂം ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു ചെന്ന് പിന്നീട് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത ഉടനെ തന്നെ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത് ഉടൻ തന്നെ അവർ രാഹുലുമായി പത്തനംതിട്ടയിലേക്ക് തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഒരു 12:30 ഈ നടപടികളിലേക്ക് കടക്കുന്നു. 12:30 കഴിഞ്ഞ് കൃത്യം ഒരു 2 മണിയൊക്കെ കഴിയുന്ന സമയത്തേക്ക് രാഹുലുമായിട്ടുള്ള വാഹനം തൃശ്ശൂർ പിന്നിട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിച്ച വിവരം. അതായാലും അത്തരത്തിൽ വളരെ അതീവ രഹസ്യമായിട്ടാണ് ഇത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുള്ളത് എന്നുള്ളതിൽ നിന്ന് തന്നെ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ടുള്ളൊരു പരാതിയാണ് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ആദ്യഘട്ടത്തിൽ ഉയർന്ന പരാതി നമുക്കറിയാവുന്നതാണ്, വലിയ രീതിയിൽ ചർച്ചയായതാണ്, കേരളം ഒന്നടങ്കം ചർച്ചയായ വിഷയമാണ്. ആദ്യ പരാതി ഉയർന്ന സമയത്ത് ആ ആദ്യ പരാതിയിൽ കൃത്യമായിട്ട് രാഹുൽ തൻ്റെ അറസ്റ്റ് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടെ ആയിരുന്നു ആ സമയത്ത് രാഹുലാണെങ്കിൽ പാലക്കാട് നിന്ന് കൃത്യമായിട്ട് അന്ന് ഈ മുഖ്യമന്ത്രിക്ക് യുവതി പരാതി നൽകുന്നു. ആ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് തൊട്ട് പിന്നാലെ രാഹുൽ ഈ വിഷയം തിരിച്ചറിയുന്നു. നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ പാലക്കാട് നഗരത്തിന് തൊട്ടടുത്തുള്ള കണ്ണാടി പഞ്ചായത്തിൽ രാഹുൽ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും രാഹുൽ അവിടെ നിന്നും കടന്നു കളയുന്നു. പിന്നീട് ഒരു ചുവന്ന കാറിലാണ് രാഹുൽ കടന്നു കളഞ്ഞത് എന്നും തമിഴ്നാട്ടിലേക്ക് കടന്നു കളയുകയും അവിടെ കാർ ഉപേക്ഷിച്ച് പിന്നീട് ബംഗളൂരുവിലേക്ക് കടന്നു കളഞ്ഞു എന്നുൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പിന്നീട് രാഹുൽ കുറേയേറെ കാലം ഒളിവ് ജീവിതം നയിച്ചു എന്നുള്ളതാണ്. ആ ഒളിവ് ജീവിതം നയിക്കുന്നതിനിടെയായിരുന്നു രണ്ടാമതൊരു യുവതിയുടെ പരാതി കൂടെ ഉണ്ടായത്. ഈ 2 പരാതികളും അറസ്റ്റ് എന്ന നടപടികളിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി. ഒരു MLA ഇത്തരത്തിൽ മണ്ഡലത്തെ ഉപേക്ഷിച്ച് ഒളിവിൽ കഴിയുന്ന ഒരു സ്ഥിതി പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷം നമുക്കറിയാം, നിയമപരമായിട്ട് ആ വിഷയത്തിൽ ആദ്യ പരാതിയിലാണെങ്കിൽ ഹൈക്കോടതി അറസ്റ്റ് നടപടികൾ തടയുന്ന സ്ഥിതിയുണ്ടായി. രണ്ടാമത്തെ പരാതിയിലാണെങ്കിൽ വിചാരണ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി. അത്തരത്തിൽ ഈ 2 കേസുകളും തൻ്റെ ഈ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായ നടപടികൾ രാഹുൽ സ്വീകരിച്ചിരുന്നു. പക്ഷേ മൂന്നാമത്തെ പരാതിയിലേക്ക് വന്നപ്പോൾ പോലീസ് ഈ പരാതിയിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നില്ലെങ്കിൽ പോലീസിൻ്റെ കഴിവുകേട് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം പോലീസിനുള്ളത് കൊണ്ടായിരിക്കണം ഈ വിഷയത്തിൽ വളരെ രഹസ്യമായിട്ട്
തന്നെയാണ്. പരാതിയൊന്നും മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ പുറത്താവാത്ത തരത്തിൽ കൃത്യമായിട്ട് കരുനീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്ന പോലീസ് പിന്നീട് ഇന്നലെ അർദ്ധരാത്രി എത്തി ഒരു 12:30 തന്നെ ഞാൻ നിൽക്കുന്ന ഈ ഹോട്ടലിലേക്ക് എത്തി രാഹുലിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലേതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം കുരുക്ക് മുറുകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ വിഷയത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള പരാതി എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള പരാതിയാണെന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആദ്യ 2 പരാതികൾ എത്രത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണോ ആ യുവതികളൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതിനേക്കാൾ കുറച്ചധികം ഗുരുതരമായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ മൂന്നാമത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല നിർബന്ധിത ഗർഭചിത്രവും അതുപോലെ തന്നെ ബലാത്സംഗവും ഉൾപ്പെടെ 3ാമത്തെ പരാതിയിലും പോലീസെ ചുമത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിട്ടുള്ള പരാതി എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായി മാറിയിരിക്കുന്നു എന്നുള്ളതിലും തർക്കമില്ല. കാരണം നമുക്കറിയാവുന്നതാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ പരാതികൾ ഉണ്ടാകുമ്പോഴും ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ആ സമയത്തൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് രാഹുലിനെ സംരക്ഷിക്കുന്ന നടപടിയാണ് നിരന്തരം ഉണ്ടായിട്ടേ ഉള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആദ്യഘട്ടത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന് പറയുകയായിരുന്നു ആദ്യ പരാതി ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസ് ചെയ്തത്. ആ സസ്പെൻഷനിലായ വ്യക്തി പിന്നീട് പാലക്കാട് നഗരത്തിലേക്ക് തന്നെ തിരിച്ചെത്തി ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും UDF കൗൺസിലർമാർക്ക് വേണ്ടി UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ആയിരുന്നു രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. അതായത് ഒരു വശത്ത് നടപടിയെടുത്തു എന്ന് പറയാം, മറുവശത്ത് ചേർത്ത് പിടിക്കുന്ന നടപടിയായിരുന്നു ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്ന സമയത്ത് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നുള്ളതാണ്. പിന്നീട് ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയും രണ്ടാമതൊരു പരാതി കൂടി ഉയർന്നതോടുകൂടിയായിരുന്നു രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്ന നടപടികളിലേക്ക് കടന്നത്. അങ്ങനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പോലും നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിച്ച കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ പാലക്കാട് നഗരത്തിലെ പല പ്രധാനപ്പെട്ട കൗൺസിലർമാരും കോൺഗ്രസിൻ്റെ നേതാക്കളും ഒക്കെ രാഹുലിൻ്റെ MLA ഓഫീസിലേക്ക് എത്തുകയും രാഹുലിന് പരസ്യമായിട്ട് പിന്തുണ നൽകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള പിന്തുണ കോൺഗ്രസ് 2ാം തവണയും നടത്തി. അതായത് 2ാമത്തെ പരാതി ഉണ്ടായി 2 അതിജീവിതമാരുടെയും പരാതിയിൽ പോലീസ് കേസെടുത്തിട്ട് ബലാത്സംഗ കേസെടുത്തിട്ട് പോലും കോൺഗ്രസ്സുകാർ പിന്തുണ നൽകുന്ന സ്ഥിതിയായിരുന്നു രാഹുലിനുണ്ടായത്. മാത്രമല്ല ഈ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായ VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയോടാണെങ്കിലും ഒക്കെ നമ്മൾ എടുത്തു ചോദിച്ചതാണ്, രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോൾ MLA സ്ഥാനത്ത് എന്തുകൊണ്ട് രാജിവെപ്പിക്കുന്നില്ല? ഇത്തരത്തിലൊരു മോശം പശ്ചാത്തലമുള്ള വ്യക്തി പാലക്കാടിൻ്റെ MLA ആയിരിക്കുക എന്നുള്ളത് പാലക്കാട്ടെ ഓരോ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ? അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ കോൺഗ്രസ് രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുന്ന നടപടികളല്ലേ സ്വീകരിക്കേണ്ടിയിരിക്കുന്നത് എന്നുൾപ്പെടെ ചോദിച്ചതായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഈ നേതാക്കളൊക്കെ ചെയ്തിരുന്നത്. രാഹുലിന് MLA സ്ഥാനം രാജിവെക്കാൻ പറയാൻ ഇവരൊന്നും കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് മറുവശത്ത് ഒരു വശത്ത് പുറത്താക്കിയെന്നുള്ള നടപടികൾ എടുത്തു എന്ന് പറയുക, മറുവശത്ത് ചേർത്ത് പിടിക്കുന്ന സമീപനം തന്നെയായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിലുള്ള നടപടി കോൺഗ്രസ് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് കൂടെയാണ് ഇപ്പോഴും പാലക്കാട് ഒരു MLA എന്ന തരത്തിൽ ഈ ഹോട്ടലിൽ വന്ന് മുറിയെടുത്ത് രാഹുൽ തങ്ങുന്ന സ്ഥിതി ഉണ്ടായതും ആ സാഹചര്യത്തിൽ പോലീസ് പാലക്കാട് വന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും അത് പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരെ വലിയ രീതിയിൽ നാണക്കേടിൽ ആഴ്ത്തുന്ന സംഭവമായി മാറിയിരിക്കുകയാണ്. അവർ തെരഞ്ഞെടുത്ത സ്വന്തം MLA പാലക്കാട് നഗരത്തിലൊരു ഹോട്ടലിൽ നിന്ന് പോലീസ് ഇപ്പോൾ 3ാമതൊരു യുവതിയുടെ കൂടെ പരാതിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു എന്നുള്ളത് അതിന് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് കൂടെയാണ് കാരണക്കാരെ എന്നുള്ളതിലും സംശയമില്ല. വിനോദ്, തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരുൺ പറഞ്ഞ പോലെ തന്നെ ഈ പാലക്കാട് MLA ആയി ഇദ്ദേഹം തുടരുന്നത് ആ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ നാണംകേടായ അവസ്ഥയാണ്. നമുക്കറിയാം, നേരത്തെ അതിജീവിതയുടെ ഭർത്താവ് പറഞ്ഞത് മുഖ്യമന്ത്രിക്കും പോലീസിലും ഒക്കെ പരാതി നൽകിയിട്ട് ഒരു നടപടിയുമില്ല എന്നുള്ള പരാതി അടുത്ത സമയത്ത് ഉന്നയിച്ചിരുന്നു. അപ്പോഴാണ് പുതിയൊരു പരാതി വരുന്നത്. അത് ലൈംഗിക ചൂഷണം മാത്രമല്ല, സാമ്പത്തിക ചൂഷണവും നടത്തിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ ആ യുവതിയിൽ നിന്നും രാഹുൽ കൈക്കലാക്കിയിരിക്കുന്നു. ഫ്ലാറ്റ് വാങ്ങാനെന്ന് പറഞ്ഞ് ഉള്ള ഇടപാടുകൾ നടത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ലൈംഗിക ചൂഷണത്തിനൊപ്പം തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ള വളരെ കൃത്യമായ പരാതിയാണ് യുവതി നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇനി രാഹുൽ രാജി വെക്കുക എന്നുള്ളത് അത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ ഏറ്റവും അനുഗുണമായ സമീപനമായിരിക്കുമല്ലോ. അരുണാലത്തു,
തീർച്ചയായിട്ടും വിനോദ്, ഇനി ഈ ഘട്ടത്തിൽ രാഹുലിന്റെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടണം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു വശത്ത് നടപടിയെടുത്തു എന്ന് പറയാം, മറുവശത്ത് ചേർത്ത് പിടിക്കുന്ന സമീപനം അവർ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും തുടരെ പരാതികൾ ഉണ്ടാകുന്നു. അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉൾപ്പെടെ, അതായത് ഫ്ലാറ്റ് വാങ്ങി നൽകാമെന്ന് ഉൾപ്പെടെ പറഞ്ഞ് വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. അതിൽ പാലക്കാടാണ് അത്തരത്തിൽ ഈ ഫ്ലാറ്റ് വാങ്ങി തരാം എന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പാലക്കാട്ടിലേക്ക് ആ യുവതിയെ കൊണ്ടുവന്നിരുന്നു എന്നൊക്കെയാണ് ലഭിക്കുന്ന ഇപ്പോൾ പോലീസിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെ കോൺഗ്രസ് നിരന്തരം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായി കൂടെയാണ് അയാൾ ഇപ്പോഴും MLA ആയിട്ട് പാലക്കാട് തുടരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടുക എന്നുള്ളത് കോൺഗ്രസ് ചെയ്യേണ്ടതാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ നമുക്കറിയാം, ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ തേടുമ്പോൾ പോലും അവർ പറയുക തങ്ങളുടെ പാർട്ടിയുടെ വ്യക്തിയല്ല, പാർട്ടിക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമായിരിക്കും നടത്തുക. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട്ടെ MLA പാലക്കാട്ടിൽ നിന്നുള്ള MLA ആണെന്നുള്ളതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും കോൺഗ്രസിന് കടന്നു കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ കൈപ്പത്തി ചിഹ്നത്തിൽ നിർത്തിക്കൊണ്ടാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിജയിപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടർമാരൊക്കെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കണ്ടിട്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ കൊണ്ട് രാജിവെക്കാൻ പറയേണ്ട ചുമതല അല്ലെങ്കിൽ അതിൻ്റെ ബാധ്യത അത് കോൺഗ്രസിനുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അതേസമയം തന്നെ കോൺഗ്രസ് അത്തരം നടപടികളിലേക്ക് കടക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും രാഹുലിനെ സംരക്ഷിക്കുകയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്ന സമീപനം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏറ്റവും ഒടുവിലായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും കോൺഗ്രസിൻ്റെ കൗൺസിലറാണ് തൊട്ടടുത്ത് രാഹുലിനൊപ്പം നിൽക്കുന്നത് എന്നുള്ളതിൽ നിന്ന് തന്നെ രാഹുലിന് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് അതെന്നുള്ളതിൽ സംശയമേ ഇല്ല എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും ഈ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ശക്തമാവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ കോൺഗ്രസ് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ഒക്കെ ഈ വിഷയത്തിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. രാജിവെച്ച് പുറത്തു പോകണം എന്നുൾപ്പെടെ പറയാനുള്ള ധീരത അവർ കാണിക്കുമോ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം തന്നെയാണ്. അതേസമയം തന്നെ ഈ രാഹുലിനെതിരെയുള്ള പോലീസിൻ്റെ ആ നടപടികൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടിയുണ്ട്. ആദ്യത്തെ 2 അതിജീവിതകൾക്കും ഈ വിഷയത്തിൽ ഒരു നീതി വേണ്ടതുണ്ട്. ആ നീതി നേരത്തെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള അലംഭാവം കൊണ്ടാണ് ഈ അറസ്റ്റ് മുൻപേ ഉണ്ടാവുമായിരുന്നതായിരുന്നു. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആ പശ്ചാത്തലത്തിലൊക്കെ രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടാവേണ്ടതായിരുന്നു. പോലീസ് കൃത്യമായിട്ട് നീക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ അന്ന് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതിയുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളത് കാര്യങ്ങൾ കൃത്യമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന് ഉൾപ്പെടെ അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ പാലക്കാട് നിന്ന് അന്ന് ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. അന്ന് തന്നെ രാഹുലിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാമായിരുന്നു. പക്ഷേ അന്ന് ആ നടപടികളൊന്നും ഉണ്ടായില്ല. അതിനെ ബോധപൂർവം വൈകിപ്പിച്ച് പിന്നീട് ആ കോടതിയിൽ നിന്ന് പോലും രാഹുലിൻ്റെ അറസ്റ്റ് തടയുന്നതോ അല്ലെങ്കിൽ ജാമ്യം നൽകുന്നതൊക്കെയുള്ള നടപടികളിലേക്ക് എത്തിച്ചത് പോലീസിൻ്റെ കൂടി വീഴ്ചയാണ്. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് രാഹുലിൻ്റെ അറസ്റ്റ് ബോധപൂർവം നീട്ടിക്കൊണ്ടുപോകുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും മാസങ്ങൾക്ക് മുൻപ് രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ യുവതികൾ പരാതിയൊന്നും നൽകിയില്ലെങ്കിൽ പോലും വിഷയത്തിൽ സോമോട്ടോ ആയിട്ട് പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാമായിരുന്നു. പക്ഷേ അന്ന് അത്തരം നടപടികളൊന്നും പോലീസ് സ്വീകരിച്ചേ ഇല്ല എന്നാണ്. ഏതായാലും നേരത്തെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ പ്രതികരണങ്ങൾ തേടിയപ്പോൾ നമ്മൾ ജനം TV-യോട് തന്നെ പലതവണ രാഹുൽ തട്ടിക്കയറിയത്, തനിക്കെതിരെ വല്ല പരാതിയുണ്ടോ എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ജനം TV-യോട് ഉൾപ്പെടെ രാഹുൽ തട്ടിക്കയറിയത്. ഏതായാലും ഇപ്പോൾ പരാതികൾ 1 2 3 പരാതികൾ ഉണ്ടായിരിക്കുന്നു. ആ 3ാമത്തെ പരാതി വളരെ ഗൗരവമായിട്ടുള്ള പരാതിയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം ഇനി രാജിവെച്ച് ഒഴിയുക എന്നുള്ളതാണ്, MLA സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഒഴിയുക എന്നുള്ളതാണ് ഒരു വശത്ത് ചെയ്യേണ്ടത്. മറുവശത്ത് പോലീസ് കൃത്യമായ നടപടികളിലൂടെ ഈ 3 അതിജീവിതകൾക്കും നീതി വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുകൂടി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുകൂടിയൊക്കെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാമത് ഒരു ലൈംഗിക ചൂഷണം, സാമ്പത്തിക ചൂഷണം അടക്കമുള്ള പരാതി വന്നിരിക്കുന്നു. അതിന്മേലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ കൂടി ചേർന്നു. ഗോകുൽ, ഈ കേസിൽ രാഹുൽ മാത്രമല്ല, രാഹുലിൻ്റെ കൂട്ടാളി ഫെനി കൂടി ഈ കേസിൽ ഉൾപ്പെടുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഫെനി നേരത്തെ ഇതൊക്കെ നിഷേധിച്ചിരുന്നു. രാഹുലിൻ്റെ സന്തത സഹചാരിയായിരുന്നു ഫെനി. അപ്പോൾ ഈ പുതിയ പരാതിയിൽ ഫെനി കൂടി ഈ പരാതിയുടെ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് കൂടുതൽ അന്വേഷണ സംഘമാണ് അത് വെളിപ്പെടുത്തേണ്ടത്. എന്തായാലും രാഹുലിനെ ചോദ്യം ചെയ്യുന്ന നടപടി ഏത് ഘട്ടത്തിലാണ്? സാമ്പത്തിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങൾ യുവതി പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ചും ഫ്ലാറ്റ് വാങ്ങി നൽകാം എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു. അതേപോലെ തന്നെ ലൈംഗിക ചൂഷണം, ദേഹോപദ്രവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം
രാഹുലിനെതിരെ കൃത്യമായി പരാതിയിൽ പറയുന്നുണ്ട്. അത് മെഡിക്കൽ രേഖകളടക്കമാണ്. ഈ പത്തനംതിട്ടക്കാരിയായിട്ടുള്ള യുവതി പുതിയ പരാതി നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഗോകുൽ. വിനോദ്, അത് തന്നെയാണ്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എതിരായിട്ട് വന്നിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളിലൊക്കെ കൂട്ടുപ്രതി സ്ഥാനത്ത് ഫെനി നയനാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരാതിയിലും ഫെനി നയനാൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലവിൽ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ടുള്ള ജി പൂങ്കുഴലി അവർ അല്പസമയം മുമ്പ് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നിലവിൽ തിരുവനന്തപുരത്ത് നിന്നുമാണ് ഈ SIT സംഘത്തിൻ്റെ മേധാവിയായിട്ടുള്ള ജി പൂങ്കുഴലി നിലവിൽ AR ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇനി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ജി പൂങ്കുഴലി നിലവിൽ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് ഈ പൂങ്കുഴലിക്ക് ലഭിച്ചിട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഈ നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ്. അതായത് ഈ മൂന്നാമത്തെ പരാതി ലഭിച്ചിരിക്കുന്നത് ജി പൂങ്കുഴലിക്ക് ഇമെയിൽ മുഖാന്തരമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരിക്കും തുടർ നടപടികൾ എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും അവരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ നടപടികളകത്ത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ള കാര്യവും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ഇന്ന് രാവിലെ ഈ പത്തനംതിട്ട ഈ AR ക്യാമ്പിലേക്ക് എത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാവിലെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നടപടികളൊന്നും അധികം വൈകിപ്പിക്കാതെ സാധാരണഗതിയിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷം അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നതാണ് പതിവെങ്കിൽ പോലും ഈ ആദ്യഘട്ടത്തിൽ തന്നെ അറസ്റ്റിലേക്ക് കടന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായത്. അതിനുശേഷം ഇപ്പോൾ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ കൂടി ആരംഭിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ഈ പരാതിയുടെ ഗൗരവം വളരെ വലുതായതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഊരിപ്പോരുക എന്ന് പറയുന്നത് രാഹുൽ MLA സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. കാരണം കൃത്യമായിട്ട് തെളിവുകളടക്കം യുവതി പരാതിക്കൊപ്പം അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതായത് ഗർഭഛിദ്രം നടത്തിയതിൻ്റെ മെഡിക്കൽ രേഖകളടക്കം കൃത്യമായിട്ട് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കിയത് കൊണ്ട് തന്നെ കേസിൽ കൂടുതൽ കുരുക്ക് രാഹുലിന് മുറുകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് നിയമത്തിൻ്റെ ഇളവുകൾ ലഭിക്കാത്ത രീതിയിൽ തന്നെ രാഹുലിനെ പൂട്ടാൻ വേണ്ടിയിട്ട് ഈ കേസിൽ അന്വേഷണ സംഘത്തിന് സാധിക്കും എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ ഇങ്ങോട്ടേക്ക് AR ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ മുമ്പ് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ AR ക്യാമ്പിലേക്ക് അടക്കം പ്രതിഷേധങ്ങളൊക്കെ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടിയിട്ടുണ്ട്. പത്തനംതിട്ട SP ഓഫീസിനോട് ചേർന്ന് തന്നെയാണ്, സമീപത്ത് തന്നെയാണ് AR ക്യാമ്പും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം രാഹുലിനെ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറക്കുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുമ്പോൾ ഇവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അതൊക്കെ കൊണ്ട് തന്നെ കൂടുതൽ പോലീസിന് വിന്യാസമടക്കം ഇവിടെ ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട്. എന്തായാലും നല്ല കനത്ത സുരക്ഷയിൽ തന്നെയാണ് നിലവിൽ ഈ AR ക്യാമ്പും പരിസരവും ഒക്കെ ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഇനി എങ്ങനെയായിരിക്കും കേസിൻ്റെ തുടർ നടപടികൾ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. കാരണം ഇത് തിരുവനന്തപുരത്ത് ലഭിച്ചിട്ടുള്ള ഒരു പരാതിയാണ്. അത് പിന്നീട് പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSPക്ക് കൈമാറുകയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ തുടർ നടപടികൾ പത്തനംതിട്ടയിലായിരിക്കുമോ അല്ലെങ്കിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ജി പൂങ്കുഴലി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നുണ്ടാവുക. ഒരുപക്ഷെ ഇപ്പോൾ അവർ ഇവിടെ എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ആ രീതിയിലുള്ള തീരുമാനങ്ങൾ കൂടി വരുന്ന സമയത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഴിക്കുള്ളിലായിരിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി അതിനുശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കാനാണോ സാധ്യത എന്നുള്ള കാര്യങ്ങൾ കൂടി വിവരം പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതോ റിമാൻഡിലേക്ക് വിടുമോ, പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനമായിരിക്കുമോ എന്നുള്ളതൊക്കെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും പോലീസും ആ രീതിയിൽ തീരുമാനിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ചോദ്യം ചെയ്യലിൽ നിന്നും വിശദമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയേണ്ടതുണ്ട്. രാഹുലിൽ നിന്നും ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതെ, രാഹുലിൽ നിന്നും ചോദിച്ചറിഞ്ഞ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഗോകുൽ. അതായത് ഉഭയകക്ഷി താല്പര്യപ്രകാരമുള്ള ബന്ധമാണ് തുടർന്നത്, നിർബന്ധപൂർവം അല്ലെങ്കിൽ താൻ ബലാത്കാരമായി ഒന്നും ചെയ്തിട്ടില്ല, അവരുടെ സമ്മതത്തോടു കൂടിയുള്ള ബന്ധമാണ് തുടർന്നു വന്നത് എന്നുള്ള തരത്തിലാണ് രാഹുൽ നൽകിയ ആദ്യ മൊഴി എന്നുള്ള തരത്തിൽ ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നതും അതാണ്. അത് മാത്രമല്ല,
ഈ യുവതി നൽകിയ പരാതിയിൽ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു, ദേഹോപദ്രവം ഏൽപ്പിച്ചു, സാമ്പത്തിക ചൂഷണം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. വില കൂടിയ വസ്ത്രങ്ങളും ചെരുപ്പുകളും ഒക്കെ വാങ്ങി നൽകി എന്ന് പറയുന്നത് അത് രാഹുലിന് അവർ വാങ്ങി നൽകി എന്നുള്ളതാണോ അതോ രാഹുൽ അവർക്ക് വാങ്ങി നൽകി എന്നുള്ളതാണോ? ആ ഒരു കാര്യത്തിൽ കൂടി ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയുമോ ഗോകുൽ? വിനോദ്, എന്തായാലും ഈ പരാതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ രാഹുലിൻ്റെ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇത് സമാനമായി രാഹുൽ ആദ്യഘട്ടം മുതൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ആദ്യ 2 പരാതികൾ ഉയർന്നു വന്നപ്പോൾ പോലും ഇത് ഉഭയകക്ഷി അല്ലെങ്കിൽ ഉഭയബന്ധം ആയിരുന്നു, 2 പേരും തമ്മിൽ അറിഞ്ഞുകൊണ്ടുള്ള ബന്ധമായിരുന്നു എന്നുള്ള ഒരു ന്യായീകരണം തന്നെയാണ് ആദ്യ 2 പരാതി കേസുകളിലും രാഹുൽ ആവർത്തിച്ചിരുന്നത്. എന്തായാലും ഈ കേസിലും സമാനമായി തന്നെ പോലീസിനോട് മൊഴി നൽകിയിരിക്കുകയാണ്. ഇത് രാഹുലിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. കാരണം ഈ പെൺകുട്ടികളുമായി ബന്ധപ്പെടുന്നത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ഈ സാധാരണഗതിയിൽ ഈ തീരെ നിലവാരം കുറഞ്ഞ ചാറ്റുകളിലൂടെയൊക്കെയാണ് ഇവരുമായിട്ടൊക്കെ തന്നെ ബന്ധത്തിൽ ഏർപ്പെടുന്നത്, ബന്ധം സ്ഥാപിക്കുന്നത്. അതിനുശേഷം ഇവരെ വിവാഹ വാഗ്ദാനം അടക്കം നൽകി ലൈംഗികമായിട്ട് പിന്നീട് ചൂഷണം ചെയ്യുന്ന ഒരു നടപടിയാണ് ഈ രാഹുലിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ആ രീതിയിൽ തന്നെയാണ് എല്ലാ സ്ത്രീകളെയും രാഹുൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ വന്നിരിക്കുന്ന പരാതികളിലൊക്കെ സമാനമായിട്ട് അതേ സ്വഭാവം തന്നെയാണുള്ളത്. അതായത് ആദ്യം വിവാഹ വാഗ്ദാനം നൽകുക, വിവാഹം ചെയ്യാമെന്ന് പറയുക, പിന്നീട് കുഞ്ഞുണ്ടായെങ്കിൽ മാത്രമേ വീട്ടിൽ സമ്മതിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അവരെ പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുക. ഇതിന് ശേഷം കൈയൊഴിയുന്നൊരു നിലപാട്, അതായത് വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു നിലപാട്, ഗർഭഛിദ്രത്തിന് നിയന്ത്രിക്കുക, കുഞ്ഞിനെ ഗർഭസ്ഥ ശിശുവിനെ കൊന്നുകളയാനുള്ള അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾക്ക് അവരെ നിർബന്ധിക്കുക തുടങ്ങിയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് രീതിയാണ് രാഹുൽ അവലംബിച്ചുകൊണ്ടേയിരിക്കുന്നത്. എല്ലാ പെൺകുട്ടികളിലും സമാനമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഇയാൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ക്രൈമായി തന്നെ അല്ലെങ്കിൽ ഒരു വളരെ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യമായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പോലീസ് ആ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ എടുക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയിട്ട് ഉണ്ട് എന്നുള്ളതും നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം ആദ്യ ഘട്ടത്തിൽ ഇത്തരത്തിൽ 2 കേസുകളിലും പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് രാഹുൽ മാറിയൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മുങ്ങിയ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു പഴുതിന് ഇട കൊടുക്കാതെ പഴുതടച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് 3ാമത്തെ കേസിൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ആ തീരുമാനം. എന്തായാലും ഇതുവരെയുള്ള പോലീസിൻ്റെ പദ്ധതികളൊക്കെ അതീവ രഹസ്യാത്മകം തന്നെയായിരുന്നു. അതീവ പദ്ധതിയോടുകൂടി തന്നെ പ്ലാനിങ്ങോടുകൂടി തന്നെ കൃത്യമായിട്ട് നടപ്പാക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിച്ചു. കാരണം പരാതികൾ കിട്ടി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ പരാതിയെപ്പറ്റി പുറത്ത് വാർത്ത ചോർന്നു പോകാതെ കൃത്യമായിട്ട് രഹസ്യമായി തന്നെ പരാതിക്കാരിയുടെ മൊഴിയടക്കം ശേഖരിച്ചതിന് ശേഷം അന്വേഷണ നടപടികളിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ തുടർ നടപടികൾ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി 12:30 പാലക്കാടെത്തി രാഹുലിനെ രാഹുൽ പോലും വിചാരിക്കാത്തൊരു സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്ത് അർദ്ധരാത്രി തന്നെ നേരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരികയും യുവതി നൽകിയ പരാതിയുടെ കൂടുതൽ വിവരങ്ങൾ പാലക്കാട് നിന്നും പുറത്തു വരുന്നുണ്ട്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഈ പരാതിയിൽ പറയുന്നത്. അതായത് വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് രാഹുൽ സമൂഹ മാധ്യമം വഴി തന്നെ പരിചയപ്പെടുന്നത്. പിന്നീട് താനുമായി പ്രണയബന്ധം സ്ഥാപിക്കുകയും വിവാഹബന്ധം വേർപെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. രാഹുൽ തന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്നും യുവതി ഈ പരാതിയിൽ പറയുന്നു. തന്നെ വിട്ടു പോകാതിരിക്കാൻ ഒരു കുഞ്ഞ് വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചു. ഒരു കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹം വളരെ വേഗം സമ്മതിക്കുമെന്നും രാഹുൽ പറഞ്ഞു. സമാനമായ നിലയിൽ ഇതിനു മുമ്പും ലഭിച്ച പരാതിയിലുമൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. യുവതിയുടെ പരാതിയിൽ പറയുന്ന മറ്റു കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് അരുണാലത്തു? വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ആദ്യ പരാതിക്കാരി അല്ലെങ്കിൽ അതിജീവിത പറഞ്ഞിട്ടുള്ളതിന് സമാനമായ കാര്യങ്ങൾ ഈ 3ാമത്തെ പരാതിയിലും ഉണ്ട് എന്നുള്ളതാണ്. അതായത് വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ 3ാമത്തെ പരാതിക്കാരിയെയും മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ പരിചയപ്പെട്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അത്തരത്തിൽ പരിചയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അടുപ്പം സ്ഥാപിക്കുന്നു. അതിനുശേഷം പ്രണയം ബന്ധം സ്ഥാപിക്കുന്നു. അതിനുശേഷം പറയുന്നു
നേരിൽ കാണണമെന്നൊക്കെ പറയുന്നു. പിന്നീട് ഈ ഉഭയകക്ഷി പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൽ ആദ്യഘട്ടത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം പിന്നീട് വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനം നൽകുന്നു. വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനം നൽകിയതിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. പിന്നീട് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും തനിക്ക് ഒരു കുഞ്ഞിനെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആ കുഞ്ഞിനെ ആവശ്യപ്പെട്ടതിന് ശേഷം പിന്നീട് നിർബന്ധിത ഗർഭചിത്രത്തിനുൾപ്പെടെ അവരെ വിധേയമാക്കുന്നു എന്നുള്ളതാണ്. അതായത് ആദ്യ പരാതിയിൽ പറഞ്ഞ സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുമുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ക്രൂരമായ ലൈംഗിക പീഡനവും സാമ്പത്തിക ചൂഷണവും നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇമെയിലിൽ ലഭിച്ച പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഗർഭിണിയായ യുവതി ഭ്രൂണത്തിൻ്റെ DNA പരിശോധനയ്ക്ക് ഒരുങ്ങിയെന്നും ലാബ് രാഹുലിനോട് സാമ്പിൾ ആവശ്യപ്പെട്ടുവെന്നുമാണ് ഈ മൊഴിയിൽ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല DNA പരിശോധനയ്ക്ക് രാഹുൽ അന്ന് സഹകരിച്ചില്ല എന്നും ഇതിനുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും പരാതിക്കാരി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. അതായത് ഇത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. DNA പരിശോധനയ്ക്ക് വേണ്ടി രാഹുലിനോട് സാമ്പിളുകൾ ചോദിക്കുന്നു. രാഹുൽ ആദ്യഘട്ടത്തിൽ നൽകാമെന്ന് പറഞ്ഞ് പിന്നീട് അത് മാറ്റി പറയുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് രാഹുൽ സാമൂഹിക മാധ്യമം വഴി തന്നെ പരിചയപ്പെട്ടത്. പിന്നീട് താനുമായി പ്രണയബന്ധം സ്ഥാപിക്കുകയും വിവാഹബന്ധം ഏർപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. രാഹുൽ തന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്ന് യുവതി മൊഴിയിലുണ്ട്. തന്നെ വിട്ടു പോകാതിരിക്കാൻ ഒരു കുഞ്ഞ് വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചു. ഒരു കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹം വളരെ വേഗം സമ്മതിക്കുമെന്ന് ഉൾപ്പെടെ പറഞ്ഞു. അതായത് രാഹുലിൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായാൽ വിവാഹം വേഗം വളരെ സമ്മതിക്കുമെന്ന് പറഞ്ഞു. നേരിൽ കാണാൻ രാഹുൽ ആഗ്രഹം പ്രകടിപ്പിച്ചു. റെസ്റ്റോറൻറ്റിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ പൊതുപ്രവർത്തകനായതിനാൽ പൊതുവിടത്തിൽ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു ഹോട്ടലിൻ്റെ പേര് നിർദ്ദേശിച്ച് അവിടെ റൂം ബുക്ക് ചെയ്യാൻ പറഞ്ഞു. റൂമിലെത്തിയ പാടെ ഒരു വാക്ക് പോലും പറയുന്നതിന് മുമ്പേ തന്നെ കടന്ന് ആക്രമിച്ചുവെന്നും നേരിട്ടത് ക്രൂരമായ ലൈംഗിക ആക്രമണമെന്ന ഉൾപ്പെടെയാണ് ഈ പരാതിക്കാരി പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഈ വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയോട് ആദ്യം സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടതിന് ശേഷം അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. അത് പ്രണയബന്ധത്തിലേക്ക് കടക്കുന്നു. പിന്നീട് ഈ വിവാഹബന്ധം വേർപെടുത്താൻ ആവശ്യപ്പെടുന്നു. താൻ വിവാഹം കഴിച്ചോളാം എന്ന് പറയുന്നു. താൻ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ് വിവാഹബന്ധം വേർപെടുത്തുന്നതിന് വേണ്ടി നിർബന്ധിക്കുന്നു. പിന്നീട് ഈ യുവതിയോട് തനിക്കൊരു കുഞ്ഞ് വേണം, കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തൻ്റെ വീട്ടിൽ കല്യാണത്തിന് സമ്മതിക്കുമെന്നുൾപ്പെടെ പറഞ്ഞ് തന്ത്രപൂർവ്വം പറയുന്നു. പിന്നീട് നിർബന്ധിത ഗർഭചിത്രത്തിനുൾപ്പെടെ വിധേയമാക്കുന്നു. രാഹുലിനോട് ഏതായാലും DNA പരിശോധനയ്ക്ക് വേണ്ടി DNA ആവശ്യപ്പെട്ടു. ആ സമയത്ത് അത് സമ്മതിച്ചില്ല എന്നുൾപ്പെടെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പരാതിക്കാരി പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യ പരാതിക്കാരി പറഞ്ഞ കാര്യങ്ങൾക്ക് ഏറെ സമാനമായ കാര്യങ്ങൾ ഈ മൂന്നാമത് നൽകിയ പരാതിയിലും കാണുന്നു എന്നുള്ളതും വളരെ ഗൗരവമാണ്. ഏതായാലും ഒരു ലൈംഗിക വൈകൃതത്തിന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഉടമയാണ് എന്ന് നേരത്തെ BJPയുടെയൊക്കെ ഈസ്റ്റ് ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവനെ പോലുള്ള ആളുകൾ അതല്ലെങ്കിൽ മറ്റ് നേതാക്കളൊക്കെ പറഞ്ഞിരുന്നു. അവരൊക്കെ പറഞ്ഞ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിലാണ് ഈ പരാതിയിൽ തുടർച്ചയായിട്ട് ആദ്യ പരാതിയാണെങ്കിലും മൂന്നാം പരാതിയാണെങ്കിലും ഇതിലൊക്കെ ഒരു കൃത്യമായൊരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ സാമ്യത കാണുന്നു എന്നുള്ളതാണ്. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു സ്ത്രീകളോട് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഏതായാലും മൂന്നാമത്തെ പരാതിക്കാരിയുടെ മൊഴി, പോലീസ് നൽകിയ മൊഴിയിലെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് വിനോദ്. തീർച്ചയായും വളരെ അധികം ഗുരുതരമായ ആരോപണങ്ങളാണ് മൂന്നാമത്തെ പരാതിയിലും യുവതി ഉന്നയിക്കുന്നത്. എന്നാൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വളരെ പെട്ടെന്ന് വളരെ രഹസ്യമായി തന്നെ രാഹുലിനെ അർദ്ധരാത്രിയോടുകൂടി പാലക്കാട്ട് രാഹുൽ കഴിഞ്ഞിരുന്ന ഹോട്ടലിൽ നേരിട്ടെത്തി വളരെ പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ചിട്ടുള്ളത്. അവിടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്.